ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ടച്ച് സ്വിച്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സ്വിച്ച് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏതൊരു ഡിവൈസ് വേണമെങ്കിലും ഓണാക്കുകയും ഓഫാക്കുകയും ചെയ്യാവുന്നതാണ്. എന്നും പറഞ്ഞ് പവർ കൂടുതലായിട്ട് വലിക്കുന്ന ഡിവൈസായിട്ടുള്ള നമ്മുടെ AC, ഫ്രിഡ്ജ്, വാട്ടർ പമ്പ് എന്നിവയൊന്നും ഇതുമായിട്ട് കണക്ട് ചെയ്യരുത്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ആംബിയർ കൂടിയ റിലേസാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തുകൊണ്ട് തന്നെ ഈ ഡിവൈസ് നിങ്ങൾക്ക് ഓണാക്കുകയും ഓഫാക്കുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മളിത് ഡയറക്റ്റ് കറണ്ടുമായിട്ട് കണക്ട് ചെയ്തൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാതാപിതാക്കളുടെ നിരീക്ഷണത്തിൽ മാത്രം ഇതൊക്കെ ട്രൈ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇതൊരു IRF-Z44 MOSFET ആണ്. ഇതിൻ്റെ രണ്ട് കാലുകളും ഇങ്ങനെ രണ്ട് സൈഡിലോട്ടും മടക്കിയെടുക്കുക. ഇനി DC 5 വോൾട്ടിൻ്റെ റിലേ എടുക്കാം. ഇതിൻ്റെ ഈ സൈഡിലോട്ട് മോസ്ഫെറ്റിൻ്റെ നടുക്കത്തെ പിൻ സോൾഡർ ചെയ്ത് വെക്കാം. ഇനി ഒരു 9 വോൾട്ട് ബാറ്ററി ക്യാപ്പ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ ചുവന്ന വയർ റിലേയുടെ ഈ സൈഡുമായിട്ട് സോൾഡർ ചെയ്യാം. ഇനി ബാറ്ററി ക്യാപ്പിൻ്റെ ബ്ലാക്ക് വയർ മോസ്ഫെറ്റിൻ്റെ ഈ പിന്നുമായിട്ട് കണക്ട് ചെയ്യാം. ഇനി ഒരു ചുവന്ന വയറും ബ്ലാക്ക് വയറും യെല്ലോ വയറും ഗ്രീൻ വയറും വീഡിയോയിൽ കാണിക്കുന്ന പോലെ മോസ്ഫെറ്റ് ആയിട്ട് കണക്ട് ചെയ്യാം. ഇനി രണ്ട് ബ്ലാക്ക് വയറുകൾ റിലേയുമായിട്ട് വീഡിയോയിൽ കാണിക്കുന്ന പോലെ കണക്ട് ചെയ്യാം. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് സോൾഡർ ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇത് നമ്മൾ ഡയറക്റ്റ് AC കറണ്ടുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊരു കോപ്പർ പ്ലേറ്റ് ആണ്. ഇത് വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇനി അതിലിങ്ങനെ 4 സ്ക്വയർ പോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ അതിൻ്റെ മുകളിലുള്ള ആ കോപ്പർ പ്ലേറ്റ് മാത്രമാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ സൈഡിൽ 4 ഹോളുകൾ ഇടാം. ഇനി ഇതേപോലത്തെ ഒരു പ്ലാസ്റ്റിക് ഡപ്പ എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ആ സർക്യൂട്ട് ഇതിൽ വെക്കാം. ഇനി ആ ഗ്രീൻ, യെല്ലോ, ബ്ലാക്ക്, റെഡ് വയറുകൾ ഇങ്ങനെ പുറത്തോട്ട് എടുക്കുക. ഇനി അത് ഈ കോപ്പർ പ്ലേറ്റുമായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ ഇത് സോൾഡർ ചെയ്തെടുക്കാം. അപ്പോൾ ഈ കോപ്പർ പ്ലേറ്റ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ഫുള്ള് കണക്റ്റഡ് ആണെന്ന്. ബട്ട് അങ്ങനെയല്ല. ആ 4 സ്ക്വയറും സെപ്പറേറ്റ് ആണ്. അത് തമ്മിലുള്ള കണക്ഷനാണ് നമ്മൾ അതിൻ്റെ നടുക്ക് കട്ട് ചെയ്തിരിക്കുന്നത്. ആ കോപ്പർ പ്ലേറ്റിനെ ഹോൾഡ് ചെയ്യുന്ന ബാക്ക് പോർഷൻ മാത്രമാണ് അവിടെ ഉള്ളത്. ഇനി ഒരു ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് ഇത് അവിടെ ഒട്ടിക്കാം. ഒരു 9 വോൾട്ട് ബാറ്ററി കൂടെ ഇതുമായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ മുകളിലത്തെ 2 പ്ലേറ്റിലും ഒരു വിരൽ കൊണ്ട് തൊടുമ്പോൾ റിലേ ആക്ടിവേറ്റ് ആകുന്നുണ്ട്. അതിന്റെ ശബ്ദം നമുക്ക് കേൾക്കാവുന്നതാണ്. അപ്പോൾ അതേപോലെ തന്നെ താഴത്തെ 2 പ്ലേറ്റിലും തൊടുമ്പോൾ റിലേ ഓഫ് ആകുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊരു LED-യുമായിട്ട് കണക്ട് ചെയ്യാം. ഏതെങ്കിലും ഒരു റെസിസ്റ്ററും ഒരു LED-യും ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്യാം. എന്നിട്ട് അതിന്റെ പോസിറ്റീവ് വയർ നമ്മുടെ ഈ ഡിവൈസുമായിട്ട് കണക്ട് ചെയ്യാം. LED-യുടെ ഒരു ലീഡും ഇങ്ങനെ ഇതുമായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി. പക്ഷേ ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. അപ്പോൾ ഇത് ടച്ച് ചെയ്യുമ്പോൾ ഓൺ ആകുന്നുണ്ട്, പക്ഷെ പെട്ടെന്ന് തന്നെ ഓഫായി പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ നെറ്റിൽ കുറച്ച് റിസർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് മോസ്ഫെറ്റ് എന്നുള്ളത് ഒരു നല്ല സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കമ്പോണന്റ് ആണ്. അപ്പോൾ ഇത് മനസ്സിലാക്കിയ ഞാൻ ഈ പ്ലേറ്റ് മാറ്റിയിട്ട് പകരം ചെറിയ PCB ഇല്ലേ അതിലോട്ട് ഇത് ഞാൻ മാറ്റി നോക്കി. ബട്ട് എന്നിട്ടും അത് ശരിയായില്ല. ഞാൻ പിന്നെ ഈ കാണുന്ന വയർ മോസ്ഫെറ്റിൽ നിന്നും മാറ്റി അത് റിലേയുടെ ഈ സൈഡുമായിട്ട് കണക്ട് ചെയ്തു. എന്നിട്ട് PCB എല്ലാം റിമൂവ് ചെയ്തു. ജസ്റ്റ് ഒരു ഡബിൾ സൈഡ് ടേപ്പ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ആ വയറുകൾ അവിടെ സെറ്റ് ചെയ്തു. ഇങ്ങനെ ചെയ്തപ്പോൾ അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിനി ഒരു ബൾബ് കൺട്രോൾ ചെയ്യാം. ഒരു ബൾബ് ഹോൾഡറും വയറും 2 പിന്നും ഇങ്ങനെ കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഡയറക്റ്റ് കറണ്ടിൽ കൊടുത്താൽ ബൾബ് തെളിയും. അപ്പോൾ ഇതിന്റെ റെഡ് വയർ നമുക്ക് രണ്ടായിട്ട് മുറിക്കാം. ഇനി ആ 2 വയറുകളും നമ്മുടെ ഈ ടച്ച് സ്വിച്ചുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ഒരു ഇൻസുലേഷൻ ടേപ്പ് ഉപയോഗിച്ച് ഇതിവിടെ നന്നായിട്ട് ഒട്ടിക്കുന്നത് നല്ലതായിരിക്കും. കാരണം അല്ലെങ്കിൽ നമുക്ക് ഷോക്ക് അടിക്കാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഇത് കണക്ട് ചെയ്ത് സ്വിച്ച് ഓൺ ആക്കിയതിനു ശേഷം നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ 4 വയറുകളിൽ AC കറണ്ട് വരുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഷോക്ക് അടിക്കും. അപ്പോൾ ഒരു ടെസ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നിസ്സാരമായിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ചെക്ക് ചെയ്തപ്പോൾ വേറെ കുഴപ്പമൊന്നും കണ്ടില്ല. അപ്പോൾ നമുക്കിനി ഇതൊന്ന് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതിവിടെ കറക്റ്റായിട്ട് നമുക്ക് വർക്ക് ചെയ്യുന്നത് കാണാവുന്നതാണ്. അപ്പോൾ മുകളിലത്തെ 2 വയറുകളിൽ തൊടുമ്പോൾ ഇത് ഓൺ ആകുന്നതും താഴത്തെ 2 വയറിൽ തൊടുമ്പോൾ ഇത് ഓഫ് ആകുന്നതും നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ നമുക്കിനി ഇത് ഏത് ഡിവൈസുമായിട്ട് കണക്ട് ചെയ്യാവുന്ന രീതിയിലാക്കി എടുക്കാം. അതിനായിട്ട് നമുക്കൊരു 2 പിൻ സോക്കറ്റ് വേണം. അപ്പോൾ ഈ ബൾബ് ഹോൾഡർ ഇവിടുന്ന് ഊരിമാറ്റിയതിന് ശേഷം നമുക്ക് അതിന് പകരമായിട്ട് ഒരു 2 പിൻ സോക്കറ്റ് ഇവിടെ ഫിക്സ് ചെയ്യാം. അപ്പോൾ ഈ 2 പിൻ സോക്കറ്റൊക്കെ നിങ്ങൾ മേടിക്കുമ്പോൾ തീർച്ചയായിട്ടും നല്ലത് തന്നെ നോക്കി മേടിക്കണം. അപ്പോൾ ഞാനിവിടെ മേടിച്ചിട്ടുള്ള ഈ 2 പിൻ സോക്കറ്റ് ഇത്തിരി ചെറുതായിപ്പോയി. അതുകൊണ്ട് എനിക്കിത് ഈ ഫാനിൻ്റെ വയറുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാനിവിടെ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിംഗ് ഒക്കെ റിമൂവ് ചെയ്ത് എന്നിട്ട് അതിൻ്റെ അകത്തുള്ള സംഭവം ഡയറക്റ്റായിട്ട് ഈ 2 പിന്നുമായിട്ട് കണക്ട് ചെയ്ത്. അപ്പോൾ ഇതുമേൽ നിങ്ങൾ വെറും കൈയോടെ ചെന്ന് തൊടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഷോക്ക് അടിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊന്നും നിങ്ങൾ ട്രൈ ചെയ്യരുത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഈ ഫാൻ കൂടി ഞാനൊന്ന് ഓണാക്കി കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് നമ്മുടെ ഈ ഫാനും നമ്മുടെ ഈ ടച്ച് സ്വിച്ചുമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. തൊടുമ്പോൾ അത് ഓണാകുന്നുണ്ട്, തൊടുമ്പോൾ തന്നെ അത് ഓഫാകുന്നുമുണ്ട്. അപ്പോൾ ഇതുപോലത്തെ പവർ കൂടുതൽ വേണ്ടാത്ത ഡിവൈസൊക്കെ നിങ്ങൾക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്തിട്ട് തീർച്ചയായിട്ടും എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്ക്.
അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്ത വീഡിയോ എന്തിനെപ്പറ്റി ചെയ്യണമെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സജഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ദിവസം നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ദിസ് ഈസ് മീ ഫെബിൻ പീറ്റർ സൈനിങ് ഓഫ്.